ഇന്ന് വീണ്ടും ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലൊരു ഇടികല്ല് നിങ്ങളുടെ വീട്ടിലും കാണുമല്ലോ അല്ലേ? അധികം ഉപയോഗിക്കാതെ മാറ്റി വെച്ചേക്കുമായിരിക്കുമല്ലോ. അതിങ്ങ് എടുത്തിട്ടേ കുറച്ചധികം വെളുത്തുള്ളിയും കൂടെ പൊളിച്ച് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണേ. വെളുത്തുള്ളി ചതച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് വീണ്ടും ഒന്നും കൂടെ ചതച്ചങ്ങ് എടുക്കാം. എന്നിട്ട് നമുക്കിതങ്ങ് കോരി മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ച് നെയ്യൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബിരിയാണി ഇല, തക്കോലം, കുറച്ച് പെരുജീരകവും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയുടെ മിക്സില്ലേ അത് ഇട്ട് നന്നായിട്ട് അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അതിലെ മസാലയുടെയൊക്കെ പച്ചച്ചൊവയൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3 മുട്ട കുറച്ച് ഉപ്പിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണ്, അതതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ചിക്കി പൊരിച്ച് എടുക്കാം. ഇനി അതൊന്ന് റെഡിയായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കൈമ റൈസാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. അതതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ചില്ലി എഗ് ഗാർലിക് റൈസ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ. നെയ്യിൽ വറുത്തെടുത്ത കുറച്ച് സവാളയും കാഷ്യൂനട്ടും റൈസിൻസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നിർബന്ധമില്ല, ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് 2 പപ്പടമോ അല്ലെങ്കിൽ കുറച്ച് സലാഡ്, ഇത്ര മതി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും മിസ്സാക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.